ഓക്കെ, നടരാജ്, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ ഈ പരാതി കൊടുക്കാൻ കമ്മീഷൻ പറയുന്നു. എന്നിട്ട് സുനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മിനിഞ്ഞാന്ന് മുതൽ ഈ ഡിജിറ്റൽ കോപ്പി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്മീഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. സത്യത്തിൽ അങ്ങനെ ചില ദുരൂഹതകൾ അതിനകത്ത് കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലും വി എസ് സുനിൽകുമാർ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതിന്റെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റുകളിൽ വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ മാറ്റാറുണ്ടോ എന്നുള്ളത് നമുക്ക് കാര്യം അറിയാം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് വിശദീകരണം നൽകും എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ദുരൂഹത പലതും ആരോപിക്കപ്പെടുന്നുണ്ട്. നോക്കൂ, നമ്മൾ പുറത്തുവിട്ട ആ വിവരങ്ങളിൽ പോലും 9 പേരുടെ വോട്ട് ഇവിടെ വന്നെങ്കിൽ അവരെവിടെ? ഇവരെ ആര് ചേർത്തു? BLO ഇവരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇവരുടെ പേരുകൾ എങ്ങനെ ചേർക്കാൻ കഴിയും? ഇവരിൽ പലരുടെയും അച്ഛന്റെ പേരുകളൊക്കെ തന്നെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും സംശയം തോന്നിയില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ മറുപടി പറയുന്നില്ല. അന്ന് ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണതേജ ഇന്ന് സംസ്ഥാനത്ത് സർവീസിലില്ല. അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്താണ്. അതുപോലെ തന്നെ അന്ന് കൃഷ്ണതേജ എടുത്ത നിലപാടെന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ ഉള്ളവരൊക്കെ തന്നെ വോട്ട് ചെയ്യട്ടെ എന്നുള്ളായിരുന്നു. വോട്ടർ പട്ടികയിൽ ചേർത്തതിൽ ക്രമക്കേടെന്ന് ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നടപടിക്ക് കൊടപിടിക്കുന്ന ഒരു ശ്രമമാണ് അന്നത്തെ ഭരണാധികാരി നടത്തിയതെന്ന ആരോപണം ശക്തമാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് സംസ്ഥാനത്ത് സർവീസിലില്ല. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഒരു ദുരൂഹത നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ തെളിവുകൾ കൂടി പുറത്തുവിട്ട സാഹചര്യത്തിൽ മറ്റ് ഫ്ളാറ്റുകളിലൊക്കെ തന്നെ എന്താണ് സ്ഥിതി എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിഷ.